നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. എന്തു പറ്റി? നീ ദേഷ്യത്തിലാണല്ലോ. ഓ, അവളെ താഴേക്ക് തള്ളിയിട്ടതുകൊണ്ടാവുമല്ലേ? എന്തു ചെയ്യാനാ? എന്നെ വിടൂന്നേ എന്ന് ക്യൂട്ടായി അവള് പറഞ്ഞാ കേൾക്കാതിരിക്കാൻ പറ്റൂ? നിനക്കറിയാലോ ഞാൻ നല്ലവനാണെന്ന്. എന്തെങ്കിലും ചോദിച്ചാ അത് കൊടുക്കാതിരിക്കാൻ പറ്റില്ലെന്ന്. അതുകൊണ്ട് നൈസായിട്ട് അങ്ങ് വിട്ടുകളഞ്ഞതാ. സ്നേക്കി ബേബി. ഹേ ഹേ, നോ നോ നോ. ഈ ലോക്കറ്റ് എന്റെ കഴുത്തിന്ന് അഴിച്ചു മാറ്റി എന്നെ അങ്ങ് കൊന്നുകളയാന്ന് വിചാരിച്ചതല്ലേ നീ? ഇപ്പൊ ഇതേ ലോക്കറ്റ് നിന്നെ കൺട്രോൾ ചെയ്യാൻ പോകുന്നു. അവിടെ എന്താ നടന്നത്? വ്യക്തമായി പറയും. അത് കാരണം ഞങ്ങൾ എല്ലാവരും കൂടി ഞങ്ങളുടെ ഫ്രണ്ടിന്റെ പാർട്ടിക്ക് പോയിരുന്നു. അപ്പോൾ അവിടെ പെട്ടെന്നൊരു വലിയ പാമ്പ് വന്നു. അത് നമ്മുടെ കരണിനെ അറ്റാക്ക് ചെയ്തു. എടാ, നിങ്ങൾ അവനെ ഒറ്റയ്ക്കാക്കിയിട്ട് എന്തിനാ വന്നത്? വരാതെ പിന്നെ ഈ പാവ ഇവരെന്ത് ചെയ്യാനാ? നേത്രയെക്കുറിച്ച് വിവരമൊന്നും അറിയാത്തത് കൊണ്ട് ഞാൻ ഇവിടെ വന്നത് നന്നായി. ഈ രാക്ഷസൻ നേത്രയെ ബന്ധിച്ചിരിക്കുക. ഇപ്പൊ എന്തായിരിക്കും ചെയ്യാൻ പോവുക? അയ്യോടാ. ആ പാമ്പ ഇത്. യെസ്. അതേ പാമ്പ് തന്നെയാ ഞങ്ങൾ ഇതിനെ കണ്ടത്. നിനക്കൊന്നും പറ്റിയില്ലല്ലോ? കഴുത്തിലുണ്ടായിരുന്ന ഏലസ് എവിടെ? അത് പൊട്ടിപ്പോയമ്മേ. പക്ഷെ ആ പാമ്പിനെ പിടിച്ചതിന് ശേഷം അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് അത് ഭരണിയിൽ കെട്ടിയിട്ടിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഞാൻ സ്വാമിജിക്ക് ഫോൺ ചെയ്യാം. ഓക്കെ അമ്മേ. വലിയച്ഛ, മറ്റൊരു കാര്യം എന്താന്ന് വെച്ചാൽ നേത്രയെ റൂമിൽ കാണുന്നില്ല.
നീ എന്താ പറയുന്നത് അർജുൻ? റൂമിലില്ലെന്ന് വെച്ചാൽ എന്താ അർത്ഥം? എവിടെ പോയെന്ന് എനിക്ക് അറിയില്ല വല്യച്ഛ. ഞാൻ ഉറങ്ങി എഴുന്നേറ്റ് നോക്കുമ്പോ നേത്ര റൂമിലില്ല. കരണോ അവന്റെ റൂമിലില്ലായിരുന്നു. അർജുൻ, നീ എന്തിനാ എപ്പോ നോക്കിയാലും എന്നെയും നേത്രയും ബന്ധപ്പെടുത്തി സംസാരിക്കുന്നേ? കരൺ, ഞാൻ നിന്നെയും നേത്രയും ചേർത്ത് പറഞ്ഞല്ല. നീ ആരോടും പറയാതെ അർദ്ധരാത്രി നീ വീട്ടിൽ നിന്ന് പുറത്തു പോയെന്നാ ഞാൻ പറഞ്ഞു വന്നത്. അതെ, പോയി. അല്ലെങ്കിലും ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെയാണല്ലോ. ഇതിലെത്ര അത്ഭുതപ്പെടാൻ എന്താ? കല്യാണം കഴിഞ്ഞാൽ ആൾക്കാർ മാറിപ്പോകുന്നു പറഞ്ഞപ്പോ വിശ്വസിച്ചില്ല. പക്ഷെ നിന്റെ ഈ പെരുമാറ്റം കാണുമ്പോ വിശ്വസിച്ചു പോകുന്നു. ആ പറയുന്നതിലും കാര്യമുണ്ടെന്നു. ഇതുവരെ നീ ഞാൻ പറയുന്നത് കേൾക്കുമായിരുന്നു. പക്ഷെ ഇപ്പോ ആര് പറഞ്ഞാ കേൾക്കൂന്ന് ദൈവത്തിനറിയാം. നിങ്ങളുടെ ഈ സംസാരം നിർത്ത്. അർജുൻ, നീ താഴെ പോയി നോക്ക്. എവിടെ പോയെന്നറിയില്ലല്ലോ. ഞാനും പോയി അന്വേഷിക്കാം. അല്ല, നീ അവളുടെ അച്ഛനമ്മമാരോട് ഒന്ന് ഫോൺ ചെയ്ത് ചോദിക്കേ. അത് വേണ്ട വല്യച്ഛ. നമ്മളിപ്പോ അവർക്ക് ഫോൺ ചെയ്താൽ അവരും വല്ലാണ്ട് ഭയന്നു പോകും. ഞാൻ തന്നെ അവളെ അന്വേഷിച്ചോളാം. ശരി, പോയിട്ട് വാ. ഒരുപക്ഷെ അവള് ആ പഴയ ക്ഷേത്രത്തിൽ എങ്ങനെ പോയിട്ടുണ്ടാവോ? സ്വാമിജിയോട് സംസാരിച്ചു. അദ്ദേഹം ശിഷ്യന്മാരോടൊപ്പം പെട്ടെന്ന് തന്നെ എത്തും. ഇപ്പോ ഈ പാമ്പിനെ എന്ത് ചെയ്യാ? സ്വാമിജി വന്നിട്ട് എന്ത് ചെയ്യണമെന്ന് അദ്ദേഹം തന്നെ തീരുമാനിക്കട്ടെ. പറട്ടെ. അമ്മേ, അർജുൻ, ഈ സമയത്ത് ഇവിടെ എന്താ ചെയ്യുന്നേ? നേത്രയുടെ നിങ്ങളും നേത്രയും ചേർന്ന് എന്തൊക്കെയാ പ്ലാൻ ചെയ്യുന്നത്? കരൺ എന്തെങ്കിലും ആപത്തുണ്ടാക്കണമെന്ന് പ്ലാൻ ചെയ്തോണ്ടിരിക്കുകയാണ്.